പക്ഷെ കർത്താവിൻ്റെ ആലയം തുറന്നിട്ടുണ്ടായിരുന്നല്ല. അപ്പം ഞങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ മുടങ്ങാൻ പോകും. എപ്പോഴായാലും കർത്താവ് ഞങ്ങൾക്കൊരു വഴി. കാര്യം ഉടമ്പടി വർക്ക് ചെയ്യണം എങ്ങനെയാണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഓഫർ എന്നൊക്കെ പറഞ്ഞാൽ മെറിറ്റിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ പലതുകൊണ്ടും നമ്മുടെ ജോലി നഷ്ടപ്പെട്ട് പോയാലും ശരി, ഈ ഉടമ്പടി വർക്ക് ചെയ്യണത് മെറിറ്റിലല്ല. ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യണ മെറിറ്റിലാണ്. ഇപ്പോൾ പഹല ആക്രമണമില്ലേ, ഇപ്പോൾ പ്രധാനമന്ത്രിയെ ചില അണ്ണന്മാർ ചില പട്ടാളക്കാർക്ക് കുറ്റപ്പെടുത്തുന്നത് എന്താ? വേറെ ഒരു പട്ടാളം തുടങ്ങിയത് കാരണം നമ്മളെ മിലിറ്ററി ട്രെയിനിങ് ആ കാലാകാലങ്ങളിൽ വരുന്ന ചെറുപ്പക്കാരെ എടുത്തുകൊണ്ട് ബോർഡർ സെക്യൂരിറ്റി ചെയ്യാൻ വേണ്ടി ഉള്ള ആൾക്കാരെ വേറെ ഒരു അഗ്നിവീറെന്നും പറഞ്ഞ് വേറെ 10 തുടങ്ങിയെന്നാണ് പറയണത്. മോഡി നല്ല ഉദ്ദേശത്തിൽ തന്നെ തുടങ്ങിയതാണത്. അതിൻ്റെ ഫലം ഇനി ഭരണകാലത്ത് നമുക്ക് അനുഭവിക്കുകയുണ്ട്. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടായി. ഇങ്ങനെ ഒരു പ്രശ്നം പെട്ടെന്ന് ഉണ്ടായി. രാജ്യം മുഴുവൻ ദുഃഖത്തിലാണ്, നമ്മളും ദുഃഖത്തിലാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, അഖണ്ഡതയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ എല്ലാവരും ആരാധനയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവിന്റെ പ്രത്യേക സംരക്ഷണം ഇന്ത്യ എന്ന മഹാരാജ്യത്തിനുണ്ടാകുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം എന്നെ ജോജിയുടെ കട പൂട്ടി അഭിമാനം നിന്ന് ഒരു ഭർത്താവ് കൊണ്ട് ഭാര്യയുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്, അങ്ങ് പട്ടിണിയാകാൻ. പക്ഷേ ഈ 2 കക്ഷികളും ഉടമ്പടിയിലൊരു ബലത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. ആ പൂട്ടാത്തൊരു കടവുണ്ടല്ല. കർത്താവ് എപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ ഇവർ നമ്മളെ കരുതുവാനും കാക്കുവാനും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നിൻ്റെ കഴിവ് കൊണ്ടല്ല, മറിച്ച് എന്താണ്, എൻ്റെ കൃപ കൊണ്ടാണ് നിൻ്റെ അതിജീവനമെന്ന് ആണ് ഉടമ്പടി അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ വൈഫും ഹസ്ബൻഡും വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഉടമ്പടി ജീവിതം മറന്നിട്ടില്ല. അവർക്ക് നല്ല ബോധമുണ്ട് അവർ ഉടമ്പടിയിലാണെന്ന്. അതുകൊണ്ട് ദിവസവും ജോജി പറയണേ, ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ പള്ളിയിൽ പോകുമെങ്കിൽ ഇന്ന് പോണ പോലെ പോകത്തില്ലായിരുന്നു. ഉടമ്പടിക്ക് ശേഷം ഞാൻ ഡെയിലി പള്ളിയിൽ പോകും, വൈഫ് പോകും. ഒരു ദിവസം വൈഫും 2 കുഞ്ഞുങ്ങളുമാണ് പോകാനൊത്തത്. ആ പോണ വഴിക്ക് വന്നപ്പോഴേ ഈ ഹൗസ് ഓണർ അല്ല, വീടിൻ്റെ വാടക ഞങ്ങൾക്ക് കട തന്ന ആളെ പിടിച്ചു നിർത്തി. വൈഫിനെ വഴി പിടിച്ചു നിർത്തി പറഞ്ഞ ഇത് നിങ്ങൾക്ക് കച്ചവടം വിൽക്കണമില്ല, ഞങ്ങൾക്ക് വേറെ കൊടുക്കാനത് പറ്റണമില്ല, സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് അവർക്ക് കുറേ നാൾ ഇവരോട് പറയുമായിരുന്നുണ്ടായിരുന്നു. ഇവർക്ക് ചെയ്യാൻ പറ്റണില്ല. ഇവർക്ക് അവസാനം ഇപ്പോൾ സീരിയസ് ആയി. ലേഡീസിനെ തന്നെ വഴി പിടിച്ച് നടത്തുന്ന അവസ്ഥയായി. അത്രയും സീരിയസ് ആയി. അപ്പോൾ നിങ്ങളൊക്കെ ഉടമ്പടി എടുത്താണല്ല, പള്ളിയിൽ നിന്ന് വന്നാണല്ല, എന്നിട്ടും വഴി പിടിച്ച് നിർത്തിയാന്ന്. അതായത് ഉടമ്പടി കാലത്ത് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് ഉടമ്പടി എടുത്ത ആൾക്കാരാണ് നമ്മളെന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ ഓർക്കുക, നമുക്ക് സംഭവിക്കണം നന്മയ്ക്കായിരിക്കും അത് മാറ്റണത്. അതെപ്പോഴും ഓർത്തേക്കണം. അപ്പോൾ വൈഫ് വൈഫ് പെട്ടെന്ന് പറഞ്ഞ് എൻ്റെ അമ്മയെ എന്തെങ്കിലും മറുപടി പറയാൻ പറഞ്ഞു. ഇവർ പിടിച്ചു നിർത്തിയല്ല, കടക്കാർ പിടിച്ചു നിർത്തിയില്ല, അതിൻ്റെ ഓണർമാർ പിടിച്ചു നിർത്തിയപ്പോഴേ തടഞ്ഞു നിർത്തിയപ്പോഴേ ഈ ജോജിയുടെ വൈഫ് മാതാവിനോട് പറഞ്ഞു, അമ്മേ എന്തെങ്കിലും. അപ്പോൾ ഉടമ്പടി എന്ന് പറയുമ്പോൾ സഞ്ചാരി മാതാവല്ലേ, എവിടെയായാലും കൂടെ ഉണ്ടാവില്ല ആൾ. അതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയണത്. പക്ഷേ സഞ്ചാരി മാതാവാണെന്നുള്ളതിനെക്കുറിച്ച് നല്ല ബോധം ഈ ജോജിക്കുണ്ട്. നിങ്ങൾക്ക് പലർക്കും ഇല്ല, അതാണ് പ്രശ്നം. സഞ്ചാരി മാതാവ് എന്താണെന്ന് പോലും അറിയാൻ പറ്റില്ല. സഞ്ചാരി മാതാവെന്ന് പറയണത് ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം നൽകുന്ന ഓഫറാണ്. മനസ്സിലായില്ലേ? ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ, അതാണ് ഓഫർ എന്ന് പറയണത്. പുറത്ത് നാട്ടുകാർ ഓഫർ എന്ന് പറയുന്നത് നമ്മളത് എന്താ പറയും, വാഗ്ദാനം എന്ന് പറയും. 2 ഒന്ന് തന്നെയാണ്. പുറത്ത് ആൾക്കാർ പറയണത്, കച്ചവടക്കാർ പറയണത് ഓഫർ എന്നാണ് പറയണത്. കർത്താവിൻ്റെ വചനത്തിന് നമുക്ക് വരുന്ന പ്രയാസങ്ങൾ അതിജീവിക്കാൻ വേണ്ടി ദൈവം തന്ന ഇൻസെൻറ്റീവിന് ബൈബിൾ പറയണ പേരെന്താണ്? പ്രാമിസ്. എന്താണ്? വാഗ്ദാനം. ഇപ്പോൾ ഒരു വാഗ്ദാനത്തിലൊരു സംഭവമാണ്. എന്താണ്? ഐ വിൽ കം വിത്ത് യു വെറെവർ യു ഗോ, നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ അകത്ത് അതങ്ങനെയാണ് സഞ്ചാരി മാതാവ് ഉണ്ടാകണത്. അമ്മയുടെ മധ്യസ്ഥയിലല്ല ഉടമ്പടി എടുത്തിരിക്കണത്. അതുകൊണ്ട് അമ്മ നിൻ്റെ സങ്കടങ്ങളുടെ കാലത്ത് ഏത് സമയത്ത് ആ പ്രശ്നങ്ങളുള്ള കാരണം അമ്മ നിൻ്റെ കൂടെ 24 hours ഉണ്ടാകും. അതാണ് ഈ മുല്ലപ്പൂ മണവും മഴവില്ലും
പലതരത്തിലുള്ള ആൾക്കാർക്ക് പല പല അനുഭവങ്ങൾ വരണില്ലേ? അത് എന്തുമാത്രം അനുഭവങ്ങളാണ് വരുന്ന ആൾക്കാർക്ക്. അതാണ് സഞ്ചാരി മാതാവ്. അപ്പോൾ ഇതിൻ്റെ ഈ ജോജി ഭയങ്കര ഇതിൻ്റെ ഒരാളാണ്. കാര്യം അമ്മ സഞ്ചാരി മാതാവാണെന്ന് വളരെ വ്യക്തമായിട്ട് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അത് വൈഫിനും അറിയാം. അപ്പോൾ അമ്മ ഇവർ തടഞ്ഞു നിർത്തുമ്പോൾ പറയും, അമ്മേ ഇതിനൊരു മറുപടി ഇപ്പം പറയണം എന്ന് പറയും. കാര്യം ഞങ്ങൾക്ക് മനസ്സിൽ മറുപടി. അപ്പോൾ അവർ പൈസ തന്നിട്ട് പോയാൽ മതി എന്നാണ് പറയണത്. ഉടനെ അമ്മ അവൾക്കൊരു മറുപടി കൊടുക്കും, പറയാം, മനസ്സിൽ തോന്നിക്കും, പറയാം. അവൾ നട്ടല്ലോട് പറയും, പിന്നെ ഞങ്ങളുടെ പകുതി നിങ്ങളുടെ കയ്യിലില്ലേ, അത് പകുതിയോളം വരും നിങ്ങൾക്ക് തരാനുള്ള വാടക ഇനത്തിൽ. പിന്നെ അത്രയും പകുതിയോളം ഞങ്ങളുടെ മെഷീനറീസ് അതിൻ്റെ അകത്തുണ്ട്, ഇൻസ്ട്രുമെൻറ്റ്സ്, ഉപകരണങ്ങൾ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള എടുത്തു, നിങ്ങളുടെ വിലക്ക് നിങ്ങൾക്ക് എന്തുമാത്രം കാശ് തരാനുണ്ട് അത്രയും ഉപകരണങ്ങൾ ആ കടയുടെ അകത്ത് കിടപ്പുണ്ട്, അതെടുത്തിട്ട് ബാക്കി ഇങ്ങോട്ട് തന്നാൽ മതി എന്ന് പറയും. സോ ഓക്കെ, ക്ലിയർ. ആ ഒന്ന് സ്പോട്ടിൽ അതായത് ഈശോ പറഞ്ഞിട്ടുള്ളതാണത്. എന്താണ്? നിങ്ങൾ ന്യായാധിപന്മാരുടെ തിരുസന്നിധി ചെല്ലുമ്പോൾ എന്ത് പറയണം? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 10:19. മത്തായി 10:19. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. കൈയടിച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.